ഓം സായിറാം. അതായത് ഓം സായിറാം. ഞാനിപ്പോൾ സായിബാബയെ കുറിച്ച് പറയുകയാണ്. എനിക്ക് ഒരുപാട് കൂടുതൽ സന്തോഷമാണ്. അതായത് ഇപ്പം എനിക്ക് ഭഗവാനെ പൂജിക്കാൻ കഴിയുന്നതും നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ കഴിയുന്നതെല്ലാം ഞാൻ എനിക്ക് കിട്ടിയ പുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. പിന്നെ സായിബാബയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒട്ടനേക കാര്യങ്ങളുണ്ട്. എങ്കിലും ഞാൻ ചുരുക്കത്തിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. അത്ഭുതങ്ങളൊക്കെ ഭഗവാൻ എന്താണ് ചെയ്തു തന്നു എന്നുള്ളതൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് എൻ്റെ വീഡിയോയ്ക്ക് എൻ്റെ സായിബാബയ്ക്കും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും എല്ലാവർക്കും വളരെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. പിന്നെ ഒരു കാര്യം, ഞാൻ ലൈവിൽ വരുമ്പോൾ ശ്രുതി എന്ന് പറയുന്ന തിരുവനന്തപുരത്തിലെ ശ്രുതി എന്ന് പറയുന്ന അമ്മയാണോ ചേച്ചിയാണോ അനിയത്തിയാണോ എന്നൊന്നും എനിക്ക് മോളാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കമൻറ്റിൽ കൂടെ മാത്രം എനിക്ക് പരിചയമായ ആ ശ്രുതി പറയുണ്ടായിരുന്നു സായിബാബയെക്കുറിച്ച്. അവർക്ക് ഒരു മോശമായ ടൈം ഉള്ളപ്പോഴൊക്കെ ആയിരുന്നത്രേ സായിബാബയെക്കുറിച്ച് അറിയാൻ പറ്റിയത്. ഒരു 6 മാസം മുമ്പൊക്കെ ആയിരുന്നത്രേ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സായിബാബയെക്കുറിച്ച് അറിയാനും സായിബാബ എൻ്റെ വീഡിയോസ് അവർ നോക്കാനും ഇതൊക്കെ അങ്ങനെ അറിഞ്ഞു തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ശ്രുതി എന്ന് പറയുന്ന ഈ അമ്മ വരികയായിരുന്നു. പിന്നെ എൻ്റെ ലൈവിലേക്ക് വരികയായിരുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, സായിബാബയെ ഫോട്ടോ വയ്ക്കാമോ, പൂജിക്കുന്നത് ദോഷമൊന്നുമില്ലല്ലോ, ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചെയ്യാം, ഫോട്ടോയായാലും ചെറിയ ശീലകളായാലും എല്ലാം വെച്ച് നമ്മൾ പൂജ കഴിക്കാം, നല്ലത് തന്നെയാണ്, അതൊരു ദോഷമൊന്നും വരില്ല എന്നൊക്കെ അങ്ങനെ കുറച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എപ്പോഴെങ്കിലും തന്നെ ആ കുട്ടി ലൈവിൽ വരുള്ളൂ. അങ്ങനെ അതെല്ലാം സംസാരിച്ച് കഴിഞ്ഞു. പിന്നെ ഞാൻ പ്രസാദം അങ്ങനെ ഫോട്ടോ വാങ്ങുകയും അതിശയം ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ പറയുമായിരിക്കും. അതായത് സ്കിപ്പ് ചെയ്യാതെ കാണുക. സായിബാബയുടെ മുന്നിലായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഭഗവാന്റെ ദർശനത്തോടു കൂടിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ കാണിച്ചു തരുന്നത്. അതായത് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ ഒരു കാര്യം, എനിക്ക് സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ വളരെ നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും വളരെ നന്ദി ഒരിക്കൽ കൂടെ പറയുന്നു. പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്രേ. അവർ ഫോട്ടോ, ഒരു ചെറിയ ഫോട്ടോ എല്ലാം വാങ്ങി പൂജാ റൂമിൽ വയ്ക്കുകയും അവർ സ്വീറ്റ് ഇതെല്ലാം വെച്ച് പൂജിക്കുകയും എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത്രേ. ചെയ്യാമെന്നും ഞാനും പറയുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അങ്ങനെ ലൈവിൽ സംസാരിക്കുമ്പോൾ ഞാനങ്ങനെ പറയുമായിരുന്നു, നിനക്ക് സ്വപ്നം വന്നോ, സായിബാബയെ സ്വപ്നം വന്നോ? നമ്മൾ സായിബാബയെ അറിഞ്ഞ് പൂജിക്കാൻ തുടങ്ങിയ ശേഷം നമ്മൾക്ക് ഭഗവാൻ ഏതെങ്കിലും ഒരു രൂപത്തിലായിരിക്കും നമ്മൾക്ക് സ്വപ്നത്തിൽ കൂടെ അറിയിച്ച് ഞങ്ങളുടെ അനുഭവം ഞാൻ പറയുമായിരുന്നു. ഞങ്ങൾക്കൊക്കെ അങ്ങനെയായിരുന്നു. സായിബാബയെ കുറിച്ച് അറിയാത്ത മുന്നിൽ പിന്നെ കുറച്ച് അറിയാൻ തുടങ്ങി. പിന്നെ അറിയാൻ തുടങ്ങിയപ്പോഴൊക്കെ ഭഗവാൻ അങ്ങനെയാണ് ഞങ്ങൾക്ക് അങ്ങനെ ദർശനം കുറച്ചായിട്ടൊക്കെ കാണിക്കാനും ചെയ്യാനൊക്കെ തുടങ്ങിയത്. അതുകൊണ്ട് ഞങ്ങളുടെ അനുഭവം അവരോട് ചോദിക്കുകയായിരുന്നു, നിങ്ങൾക്ക് സ്വപ്നം കണ്ടോ? അല്ലെങ്കിൽ ചിലപ്പോൾ കാണും, ഏതെങ്കിലും ഒരു രൂപമായിരിക്കും, ഒരു മുത്തശ്ശനോ ഒരു അമ്മയോ ആരെങ്കിലും ഏതെങ്കിലും ഒരു രൂപമായിട്ടായിരിക്കാം നിങ്ങൾക്ക് കാണുന്നത് എന്ന് ഞാൻ പറയുമായിരുന്നു. അങ്ങനെ ഒരാഴ്ചത്തോളം കടന്നുപോയി. പിന്നെ അവരങ്ങനെ ഞങ്ങൾ സാധാരണ ലൈവിൽ സംസാരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു, അത്ര തന്നെ. അവർ ഓം സായിറാം പറഞ്ഞിട്ട് ഒരുപാട് നാമജപങ്ങളായിരിക്കും പിന്നെ കമൻ്റ് ഇടുന്നത്. ഇല്ലാതെ വലിയ അങ്ങനെയാണ് എങ്ങനെയാന്ന് എൻ്റെ ലൈവിൽ സാധാരണ ഞാൻ അങ്ങനെ വേറെ ചീത്തക്കെ എന്താ ഇങ്ങനെ പറയുന്നത് അറിയുന്നില്ല. അതായത് നെഗറ്റീവ് കമൻറ്റ് കേൾക്കുകയോ നെഗറ്റീവ് തിരിച്ച് പറയാനോ ഒന്നും എൻ്റെ ലൈവിൽ ആരും വരരുത് എന്നാണ് ഞാൻ ഫസ്റ്റേ പറയുന്നത്. അതുകൊണ്ട് നെഗറ്റീവായിട്ടൊന്നും ആരും പറയാനോ അത് ഞാൻ കേൾക്കാനോ ഒന്നും നമുക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഒരുപാടും നാമജപം മാത്രമാണ് എൻ്റെ ലൈവിലുള്ളത്. വരുന്നവരൊക്കെ ഓം സായിറാം അതായിരിക്കും എൻ്റെ ലൈവ്. കുറച്ച് പേര് വരുന്നവർ, കുറച്ച് പേര്
അത്ര തന്നെ അവർക്കുള്ള മറുപടി അത്ര തന്നെ. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഞാനപ്പോൾ ശ്രുതിയോട് ചോദിക്കുകയായിരുന്നു, പിന്നെ ഇങ്ങനെ സായിബാബ നിങ്ങൾ പൂജിക്കാൻ തുടങ്ങിയിട്ട് എത്രയായി, എത്ര ആഴ്ച, 9 ആഴ്ചയൊക്കെ ഞാൻ പൂജിക്കണം, വ്രതം എടുക്കണം എന്നൊക്കെ പറയുകയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുകയായിരുന്നു, നിങ്ങൾക്ക് സ്വപ്നം കണ്ടു തുടങ്ങിയോ, ഭഗവാനെ കണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കുകയായിരുന്നു. അപ്പോഴാണ് അവർ പറഞ്ഞത്, കണ്ടു ഭഗവാനെ, ഞാൻ 3-ാമത്തെ ആഴ്ചയാണ്. ഇതാ ശ്രുതി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ശ്രുതിക്ക് പറഞ്ഞ വിഷയമാണ്. എനിക്ക് ആരാണെന്നൊന്നും എനിക്കറിയില്ല, ശ്രുതിയെ ആരാണെന്നൊന്നും എനിക്കറിയില്ല. അവരുടെ കമൻറ്റ് മാത്രം ആണ് എനിക്കറിയുന്നത്. ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്. അങ്ങനെ ഞാൻ സ്വപ്നം കാണുകയുണ്ടായിരുന്നു ചേച്ചി. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കുകയായിരുന്നു, സ്വപ്നം ഭഗവാൻ ഏത് രൂപത്തിലാണ് നിങ്ങൾ കണ്ടത് എന്ന് ചോദിക്കുകയായിരുന്നു. അപ്പോൾ കൊച്ച്, എനിക്കറിയില്ലല്ലോ കൊച്ചെന്ന് ഞാൻ പറഞ്ഞോളാം. ആ കൊച്ച് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ അവിടെ ആരാധിക്കുന്ന ആ സായിബാബയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടിരുന്നത്. അവരെല്ലാം എപ്പോഴും എൻ്റെ വീഡിയോ കാണുകയായിരുന്നു. പിന്നെ ലൈവിൽ വരുമ്പോൾ അവർ പറയുമായിരുന്നു, ഇന്നത്തെ അലങ്കാരം എന്താണോ ഒന്ന് കാണിച്ചു തരാമോ ചേച്ചി എന്ന് പറയുമ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഭഗവാന്റെ അന്നത്തെ അലങ്കാരത്തെ ഞാൻ അതിൽ കാണിച്ചൊക്കെ കൊടുക്കുകയായിരുന്നു. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഇതാണ് അലങ്കാരം, ഡ്രസ്സ് നന്നായിട്ടുണ്ട് എന്നൊക്കെ അവരും കമൻറ്റ് പറയുകയായിരുന്നു. അപ്പോഴവർ നിങ്ങളുടെ ഭഗവാനെയാണ് ഞാൻ ആരാധിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടത് എന്ന് പറയുകയായിരുന്നു. സത്യമാണ്. ഭഗവാൻ ഇവിടെ തന്നെ ഉണ്ട്. ഭഗവാൻ മുന്നിലായിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മുടെ ഭഗവാനെ അവർക്ക് തിരുവനന്തപുരത്തിൽ പോയി ഭഗവാൻ ദർശനം കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ വളരെ സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ പൂജിക്കുന്ന ഭഗവാൻ അവർക്ക് പോയി ദർശനം കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ വളരെ സന്തോഷമുണ്ട്. ഇതിൽ ഇനി എന്താണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ഭഗവാൻ, ഞങ്ങളുടെ ഭഗവാൻ പോയി ഇതേ രൂപത്തിൽ പോയി അവർക്ക് പോയി സ്വപ്നം കാണിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ അതാണ് സത്യമാണ് ഞാൻ പറയുന്നത്. വേണമെങ്കിൽ ഞാൻ ലൈവിലൊക്കെ വരുമ്പോൾ ആ ശ്രുതി എന്ന് പറയുന്നവരെ വരുന്നതായിരിക്കും, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അങ്ങനെ അതാണ് ഞാൻ പറയുന്നത്. ഈ സർവസ്വരൂപനായ സായിബാബ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ സായിബാബ എന്നുള്ള ആ നാമജപം മാത്രം മതിയാവും. ആ ഭഗവാൻ ആരുടെ മുന്നിലും ആരുടെ കണ്ണിലും തെളിയുന്നതായിരിക്കും. ഇന്നവരെന്നൊന്നും ഇല്ല. ഭഗവാനെ ഓം സായിറാം എന്ന ഒരു വിളിച്ചാൽ സായിബാബ നമ്മൾക്ക് സ്വന്തമായി കഴിഞ്ഞു. പിന്നെ ഭഗവാന്റെ സച്ചരിതമൊക്കെ വായിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും 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 ഭഗവാനെക്കുറിച്ച് അറിയാനും ഭഗവാനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വീണ്ടും വീണ്ടും ഭഗവാനോട് അടുക്കാനും, അങ്ങനെ നമ്മൾ നമ്മൾ അടുക്കാൻ തുടങ്ങും. ഭഗവാൻ 2 കൈ നീട്ടിയായിരിക്കും നമ്മളെ സ്വീകരിക്കുന്നത്. സത്യമാണ് സായിറാം. ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഒന്നും പറയുന്നതല്ല. വിശ്വസിക്കാം, ഒരുപാട് പേർക്ക് നല്ല കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ അവരെ വന്ന് ഭഗവാനോട് ചോദിക്കുന്ന കാര്യം ഭഗവാൻ ചെയ്ത ശേഷം പിന്നെ അത് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ ചിലവർ, എല്ലാവരെയും പറയുന്നില്ല, ചിലവർ ഭഗവാനെ മറക്കുകയാണ്. അത് നമ്മൾക്ക് ഏത് കാര്യം സാധിച്ച് കിട്ടിയാലും ഭഗവാനെ മറക്കരുത്, ഒരിക്കലും മറക്കരുത്. നമ്മൾക്ക് എന്താണോ സാധിച്ച് കിട്ടിയത് ഒരു നന്ദി അവിടെ പ്രകടിപ്പിക്കുക. നമ്മൾ അവരോട് നന്ദി പറയുക, ഭഗവാനെ നിങ്ങളാണ് എനിക്കിത് ചെയ്തു തന്നത്, അതിന് നന്ദിയുണ്ട്. നമ്മളൊന്നും കൊടുക്കണമെന്നൊന്നുമില്ല, സ്നേഹം, ഭക്തി അത്ര തന്നെ ഭഗവാന് ആവശ്യമുള്ളൂ സായിറാം. അങ്ങനെ ഒരുപാട് പേരൊക്കെ അങ്ങനെയാണ്. ഞാൻ ഭഗവാനെ ഒരുപാട് വിശ്വസിച്ചു.
ഭഗവാൻ ഒന്നും ചെയ്തു തരുന്നില്ല എന്നും കൂടെ പറയുന്നവരുണ്ട്. അതായത് ചെയ്തു കൊടുത്തതെല്ലാം മറന്ന് പിന്നെയും വീണ്ടും 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 നമ്മൾ മുകളിൽ ഇപ്പോൾ ഒരു കാര്യം സാധിക്കണം എന്ന് വിചാരിച്ച് ഒന്ന് ചോദിക്കും, അത് സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും വേറെ ഒന്ന് ചോദിക്കുന്നതായിരിക്കും. പിന്നെ അങ്ങനെ നമ്മൾക്ക് എപ്പോഴും ആഗ്രഹം തീരില്ലല്ലോ. അങ്ങനെ നമ്മൾ പിന്നെയും ഓരോന്ന് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാം തന്നെ ദൈവം ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ ചെയ്തു തരിക ഇല്ല. അതായത് നമ്മൾക്ക് കർമ്മ എന്നൊന്നുണ്ട്. ആ കർമ്മപ്രകാരം കുറച്ച് നടന്നു പോകും. അത്ര എന്ത് നടക്കണോ അത് സംഭവിച്ചേ തന്നെ തീരുള്ളൂ. പിന്നെ ഭഗവാനെ നമ്മൾ സേവിച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമ്മൾക്ക് വലുതായിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം തട്ടിയും മുട്ടിയും അങ്ങ് പോവും. പിന്നെ ഭഗവാനോട് നമ്മൾക്ക് എന്താണോ ആവശ്യം അത് ഭഗവാൻ അറിയാം. ഭഗവാൻ അറിഞ്ഞ് നമ്മൾക്ക് പിന്നെ ആഗ്രഹം എന്ന് പറയുന്നത് എന്ത് കിട്ടിയാലും നമ്മൾക്ക് ആഗ്രഹം ഒരിക്കലും തീരുന്നതല്ല. അതുകൊണ്ട് ഭഗവാൻ നമ്മൾക്ക് എന്താണ് ആവശ്യം, അതായത് പൂർണ്ണ വിശ്വാസം ഭഗവാനോട് വേണം, ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം വേണം, ഭക്തി വേണം. ഇല്ലാതെ നമ്മൾ വെറുതെ ഭഗവാനെ പോയി തൊഴുത ശേഷം എനിക്ക് അത് വേണം ഇത് വേണം ചോദിച്ചു, അത് ചിലപ്പം കാര്യം സാധിക്കുമ്പോൾ ഭഗവാനെ കൂടുതൽ ഇഷ്ടമാവും. ചിലപ്പോൾ കാര്യം സാധിച്ചില്ലെങ്കിൽ ഭഗവാൻ അതൊന്നൊക്കെ വെറുതെയാണ്, ഭഗവാന് ശക്തിയൊന്നും ഇല്ല എന്നൊന്നും ആരും പറയരുത്. ഭഗവാനെ എല്ലാം അറിയാം. നമ്മൾക്ക് എന്താണ് ആവശ്യം അത് ഭഗവാൻ എപ്പോഴും നിറവേറ്റി തരുന്നതായിരിക്കും. വിശ്വസിക്കാം. ഞാൻ എന്താണ് പറയാനുള്ളത്, വേറെ വലുതായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഈ സന്തോഷ വാർത്ത പറയാനാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത്. ഈ ഭഗവാന്റെ ഈ സ്വരൂപം, ഈ കരുണാമൂർത്തി ഭഗവാൻ തിരുവനന്തപുരത്തിൽ പോയി ശ്രുതി എന്ന് പറയുന്ന അവർക്ക് ദർശനം കൊടുത്തിരിക്കുകയാണ്. സത്യമാണ്. സായിറാം. ഓം സായിറാം. ഇനി ബാക്കിയൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ഭഗവാനെ കുറിച്ചായിരിക്കും ഞാൻ ഇനി കൂടുതലും പറയുന്നത്. ഭഗവാന്റെ ഹിസ്റ്ററിയെക്കുറിച്ചായിരിക്കും ഞാൻ പറയുന്നത്. ഭഗവാൻ സിദ്ധിയിൽ ജീവിച്ചിരുന്ന കാലത്ത് അവിടുത്തെ സംഭവങ്ങളും അവിടെ നടന്ന കാര്യങ്ങളും അത്ഭുതങ്ങളും അതിശയങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഈ വീഡിയോസിൽ പറയുന്നത്. സപ്പോർട്ട് ചെയ്യുക, അത്ര തന്നെ ഭഗവാന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. ഒരു എൻകറേജ്, അതായത് നിങ്ങളുടെ സപ്പോർട്ടായിരിക്കും എനിക്ക് സന്തോഷം തരുന്നത്. എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാൻ തോന്നുന്നതും സന്തോഷമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കാനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മതിയാവും. ഓം സായിറാം. ജയ് സായിറാം. ക്ഷമയും വിശ്വാസവുമാണ് ഭഗവാന് വേണ്ടത്. ക്ഷമയോടുകൂടി വിശ്വാസത്തോടുകൂടി നമ്മൾ കടന്നു പോയിക്കൊണ്ടിരുന്നാൽ ഭഗവാൻ എന്നും നമ്മളുടെ കൂടെയുണ്ടാകും. പോകുന്ന ഇടത്തും ഇരിക്കുന്ന ഇടത്തും എല്ലാം ഭഗവാൻ തന്നെയാണ് നമ്മളുടെ സംരക്ഷണം. നമ്മളെ സംരക്ഷിച്ചു കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്.